അടുത്തതായി വേദിയിലേക്ക് വി കെ ജോസഫ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനായി. വി കെ ജോസഫ് സാർ പ്ലീസ്. സാർ ഒരു 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, വളരെ വിശദമായി ഡോക്ടർ ബിജു ഷോർട്ട് ഫിലിം നിർമ്മിക്കുന്നവരോട് പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫെസ്റ്റിവല് വളരെ ആഹ്ലാദത്തോടെയാണ് ഞാൻ അതിനെ സ്വീകരിക്കുന്നത്. കാരണം ഞാൻ ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനാണ് അടിസ്ഥാനപരമായി. അതിനുശേഷമേ ചലച്ചിത്ര നിരൂപകനാവുന്നുള്ളൂ. അപ്പോൾ നല്ല സിനിമയോടുള്ള പ്രണയം കൊണ്ട് നല്ല സിനിമകൾ നിരന്തരം പ്രദർശിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി പ്രവർത്തിക്കുന്ന ഫിലിം സൊസൈറ്റികളുണ്ട് കേരളത്തിൽ. ഫിലിം സൊസൈറ്റികളാണ് ലോകത്തെ മികച്ച സിനിമകൾ, ലോകത്തെ ക്ലാസിക്കുകൾ കാണിക്കാൻ ആദ്യകാലം മുതലേ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല സിനിമയുടെ ഒരാശയം എപ്പോഴും തുടർച്ചയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ മൂവ്മെൻറ്റ് നിൽക്കുന്നതുകൊണ്ടാണ്. ആ മൂവ്മെൻറ്റിൽ നിന്നാണ് കേരളത്തിലെ ധാരാളം ഫിലിം മേക്കേഴ്സ്, ഫിലിം ടെക്നീഷ്യൻസ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, എഡിറ്റേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ സ്വാധീനം കൊണ്ടാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ ഫിലിം ഫെസ്റ്റിവലുകൾ വരുന്നത്, ചലച്ചിത്ര അക്കാദമി വരുന്നത്. അപ്പോൾ അവിടെ സിനിമ എവിടെയെങ്കിലും നല്ല സിനിമകൾ കാണിക്കുന്നു എന്നാൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എല്ലാ ഫിലിം സൊസൈറ്റി പ്രവർത്തകരെയും പോലെ ഞങ്ങൾക്കെല്ലാം തന്നെ ഒരു ആഹ്ലാദം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ രാജേഷ് എന്നെ ആദ്യം ബന്ധപ്പെടുമ്പോൾ ഞാനത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. കാരണം കേരളത്തിൽ ധാരാളം ഇങ്ങനെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. പലതും യാതൊരു ഗുണനിലവാരം ഇല്ലാത്ത ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കുറച്ച് എൻട്രി ഫീസ് അമിതമായി വാങ്ങിച്ച് അതൊരു ബിസിനസ് പോലെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇത് ഈ രാജേഷിൻ്റെ എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. രാജേഷുമായി പലപ്പോഴും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് രാജേഷിൻ്റെ പാഷൻ, സിനിമയോടുള്ള പാഷൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. രാജേഷ് എൻ്റെ അടുത്ത് പറഞ്ഞത്, രാജേഷ് ഒരു ഫിലിം മേക്കർ ആവാൻ വേണ്ടിയാണ് ആദ്യം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് സാധ്യമായിട്ടില്ല. അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷന് വേണ്ടി പരീക്ഷയ്ക്ക് എഴുതി പാസ്സായിട്ടുണ്ട്. പക്ഷെ അന്ന് പോകാനായിട്ടില്ല. പക്ഷെ ആ സിനിമയോടുള്ള ഒരു താല്പര്യം അതിങ്ങനെ കൊണ്ട് നടന്നതിൻ്റെ തുടർച്ചയാണ് ഈ ഫിലിം സ്കൂളും ഫിലിം ഫെസ്റ്റിവലുകളും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമയോടുള്ളൊരു ബന്ധം നിലനിർത്തുക. അപ്പോൾ ഡോക്ടർ ബിജു പറഞ്ഞല്ലോ, ഈ ഫിലിം ഫെസ്റ്റിവലുകൾ തന്നെ വളരെ, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകൾ തന്നെ വളരെ കുറവാണ് കേരളത്തിൽ. ഇപ്പം പവൻകുമാർ മണിപ്പൂരിൽ നിന്നുള്ള പവൻകുമാറിൻ്റെ സിനിമയ്ക്ക്, ഡോക്യുമെൻ്ററി സിനിമയ്ക്ക്
അത് അപ്സ്പ 1958 എന്നുള്ള സിനിമ വളരെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള സിനിമയാണ് പിന്നീടുണ്ടായി. അതിന് ആദ്യ പുരസ്കാരം ലഭിക്കുന്നത്, കേരളത്തിൽ അതിൻ്റെ ആദ്യ സ്ക്രീനിങ് നടക്കുന്നത് ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ്റെ സയൻസ് ഫെസ്റ്റിവലാണ്. ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, നാഷണൽ ലെവലിലുള്ള ജോൺ അബ്രഹാം അവാർഡിന് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവലാണ്. അത് 2006 അന്നാണ് പവൻകുമാർ കേരളത്തിൽ വരുന്നതും അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നതൊക്കെ തന്നെ. അവിടെ ഞങ്ങൾക്ക് കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രവർത്തകർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും സമാന്തര സിനിമയുടെ പ്രവർത്തകർക്കൊക്കെ തന്നെ പവൻകുമാർ സ്വന്തം ആളെ പോലെയാണ്. അതുകൊണ്ട് ഈ ഫെസ്റ്റിവൽ തീർച്ചയായും ഇവിടെ ധാരാളം ഫിലിം മേക്കേഴ്സ് അവരുടെ സിനിമ കാണിക്കുന്നുണ്ട്. ബിജു പറഞ്ഞതുപോലെ പലരും നടന്ന വഴിയിൽ തന്നെ നടക്കാതെ പുതിയ രീതിയിൽ ആലോചിക്കുക, നമ്മളെ തന്നെ അന്വേഷിക്കുന്ന ഓരോ സിനിമയും ഓരോ മനുഷ്യരെയും സ്വയം അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ അജ്ഞാതരായിട്ടുള്ള മറ്റു മനുഷ്യരുടെ പ്രശ്നങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവസ്ഥകൾ ഒക്കെ അന്വേഷിക്കുന്ന കലാസൃഷ്ടികളാണ്. അപ്പം ഇവിടെ ഇപ്പോൾ 400 സിനിമ വന്നിട്ടുണ്ടെങ്കിൽ 400 പേരും 400 രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. 400 കഥകളായിരിക്കും. പക്ഷെ അതിൽ നമ്മളെ ഒപ്പം സഞ്ചരിപ്പിക്കുന്ന, നമ്മൾ പുതുതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന, അനുഭവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതിന് സാധ്യമാക്കുന്ന രചനാ വൈശിഷ്ട്യമുള്ള സിനിമകൾ മാത്രമാണ് ഒരുപക്ഷെ മുമ്പോട്ട് പോവുക. അതുകൊണ്ട് എനിക്ക് പുതിയ ഫിലിം മേക്കേഴ്സിനടുത്ത് പറയാനുള്ളത് ഒരു സംഗതി മാത്രമേ ഉള്ളൂ. ധാരാളം ഫെസ്റ്റിവലുകളിൽ ഇപ്പോൾ എനിക്കിന്ന് കേരളത്തിൽ കുറേ അധികം ഫെസ്റ്റിവലുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്ത് തന്നെ പല തരത്തിലുള്ള ഫെസ്റ്റിവലുണ്ട്. അതിലൊക്കെ ഒരുപക്ഷെ ഇതിന് ഒരു അവാർഡ് കിട്ടും. പിന്നീട് അവർ സിനിമയുടെ മാസ്റ്റർമാരായി നിൽക്കുകയാണ്. കൂടുതൽ സിനിമ പഠിക്കാനുള്ള ഒരിതില്ലാതിരിക്കുകയും അവർ വളർച്ച മുരടിച്ച് നിൽക്കുകയും മറ്റ് സിനിമകൾ കാണാൻ തയ്യാറാവാതിരിക്കുകയും, ലോകത്തെ ക്ലാസിക്കുകൾ കാണേണ്ടതുണ്ട്, പുതിയ സിനിമകൾ കാണേണ്ടതുണ്ട്. നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, സിനിമയുടെ ഭാഷ എങ്ങനെയാണ് മാറുന്നത്, സിനിമ ഇമേജുകളുടെ ഒരു കലയാണ്, ശബ്ദങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഇമേജാണ്. അതെങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത്, എങ്ങനെയാണ് അതൊരു പുതിയ കലയാക്കി മാറ്റുന്നത് എന്ന ഒരു വിദ്യ സ്വയം പരിശീലിപ്പിക്കേണ്ടതാണ്. പക്ഷേ അതിന് നമ്മൾ ധാരാളം അനുഭവങ്ങളുടെ ജനാലകൾ തുറന്നിടേണ്ടി വരും. അത് ചെയ്യാനുള്ള അവസരമാണ് ഇത്തരം ഫെസ്റ്റിവലുകൾ തീർച്ചയായും നിർവഹിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ബിജു ഒക്കെ പ്രത്യേക എവിടെയെങ്കിലും ഫിലിം സ്കൂളിൽ പഠിച്ചിട്ട് സിനിമ ചെയ്യുന്നവരല്ല. ഇപ്പോൾ വിധു വിൻസെൻ്റ് ഉണ്ട്, വിധുവും എവിടെയെങ്കിലും സിനിമ പഠിച്ചു വന്നവരല്ല. ഇന്നിപ്പോൾ ടി വി ചന്ദ്രൻ ഇന്ന് വൈകുന്നേരം നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ചന്ദ്രനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്നവരല്ല. സിബിമലയിലും കമലും ഒക്കെ സിനിമ പഠിച്ചു വന്നവരല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷെ ഒരു സിനിമ പഠിച്ചു, അത് സിനിമ കണ്ടുപടി ആണ് ആദ്യം പഠിക്കുക. അപ്പം അങ്ങനെ സിനിമ കാണാൻ പഠിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ ചോദിക്കാറുണ്ട് സിനിമ കാണാൻ എന്താ പഠിക്കാനുള്ളതെന്ന്. കാരണം സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വന്തമായ ഒരു ചലച്ചിത്ര ഭാഷ, അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തുക. അത് തീർച്ചയായും അതിനുള്ള അവസരങ്ങളായി ഇത്തരം ഫെസ്റ്റിവലുകൾ മാറട്ടെ. രാജേഷ് ഈ ഫെസ്റ്റിവൽ വളരെ ഹൈലി പ്രൊഫഷണലായിട്ട് ആണ് സംഘടിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഒരു
ഒരു ഫെസ്റ്റിവൽ അല്ല ആലോചിച്ചിരുന്നത്. മറ്റു പല സ്ഥലത്ത് നടക്കുന്ന പോലെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ അവിടെ നിന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് പറയണം, ഞാൻ കണ്ണൂരിൽ നിന്ന് വരേണ്ടതുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാഷൻ, സിനിമയോടുള്ള പാഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഗൗരവമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് എനിക്കും സിനിമയോടുള്ള പാഷൻ ആണ് നമ്മളുടെ ഒരു ഊർജം എന്നുള്ളത് കൊണ്ട് അത്തരം ആളുകളുടെ കൂടിച്ചേരലുകൾ ഇവിടെ ഇപ്പോൾ സിനിമ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഫിലിം മേക്കേഴ്സിനൊക്കെ തന്നെ സിനിമയോടൊരു വല്ലാത്ത പാഷനുണ്ട്. ആ പാഷനാണ് അവരെ മുമ്പോട്ട് നയിക്കുന്നത്. പക്ഷെ ആ പാഷനിൽ ഡോക്ടർ ബിജു പറഞ്ഞതുപോലെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളുടെ പ്രമേയം എന്താണ്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ മുന്നോട്ടുള്ള ആലോചനകൾ എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ നമ്മൾ കൃത്യമായ ധാരണകളോട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മനുഷ്യർ പേടിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ മനുഷ്യരെ പേടിപ്പിക്കുന്നൊരു കാലമാണ്, ഭീതിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ആ ഭീതിയെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു മാധ്യമം മറ്റേ സിനിമയാണ്. നിങ്ങൾ ഏത് കലാമാധ്യമത്തെക്കാളും എപ്പോഴും ഭരണകൂടത്തെയോ ഒക്കെ ഭയപ്പെടുത്തുന്നത് സിനിമയാണ്. കാരണം സിനിമയിലെ ഒരു ഇമേജ് വലിയ ഒരു പുസ്തകത്തേക്കാൾ ശക്തമായി കാര്യം പറയാൻ ഒരു വിട്ട് സഹായിക്കും. അപ്പം ഇമേജുകൾക്ക് വളരെ പ്രധാനമുണ്ട്. അത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫിലിം മേക്കേഴ്സ്, ഭാവിയിലെ ഫിലിം മേക്കേഴ്സ് വർത്തമാനത്തിൻ്റെ ചോദ്യങ്ങളോട്, വർത്തമാനത്തിൻ്റെ പ്രശ്നങ്ങളോട് ഒക്കെ സംവദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അങ്ങനെയാണ് പുതിയ സിനിമ ഉണ്ടാവേണ്ടത്. ആ പുതിയ സിനിമയായിരിക്കും ഒരു പക്ഷേ കേരളത്തെ, ഇന്ത്യയെയൊക്കെ മുമ്പോട്ട് നയിക്കുക എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം സിനിമയ്ക്ക് അങ്ങനെ മനുഷ്യരെ മാറ്റാൻ കഴിയും, നമ്മളെ മാറ്റാൻ കഴിയും, മനുഷ്യരെ മാറ്റാൻ കഴിയും, മനുഷ്യരെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഒരു നല്ല കല എപ്പോഴും മനുഷ്യനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ സാധ്യമാവട്ടെ. ഈ ഫെസ്റ്റിവൽ കുറേ കൂടി വലിയ രീതിയിൽ ദേശീയ ലെവലിൽ അല്ലെങ്കിൽ അന്തർദേശീയ ലെവലിൽ ഒക്കെ വളരെ പ്രശസ്തമായി നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മുഴുവൻ ചലച്ചിത്രകാരന്മാരെയും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.